പിണറായി വിജയൻ RSSന്റെ പിന്തുണയോടുകൂടി 1977 MLA ജയിച്ചു വന്ന പിന്തുണയില് അത് പറ അത് പറയാനിരിക്കുകയാണല്ലോ. മുഖ്യമന്ത്രി RSSന്റെ വോട്ട് വാങ്ങി ജയിച്ചു എന്നാണ് പറയുന്നത്. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അടിയന്തരാവസ്ഥക്കെതിരായിട്ട് വലിയ മുന്നേറ്റമാണല്ലോ രാജ്യത്താകെ ഉയർന്നു വന്നത്. ഇന്ത്യയുടെ നാവിനും ചിന്തയ്ക്കും വിലങ്ങിട്ട ഇരുണ്ട നാളുകളായിരുന്നു. അതിനെതിരെ വലിയ മുന്നേറ്റം ഉയർന്നു വന്നു. അതിൽ ജനസംഘം പിരിച്ചുവിട്ട് ജനതാ പാർട്ടി ലയിക്കുകയാണ് ചെയ്തത്. അന്ന് ജനസംഘമില്ല, ജനതാ പാർട്ടിയാണുള്ളത്. അന്ന് ജനതാ പാർട്ടിയുടെ ചിഹ്നം കലപ്പയേന്തിയ കർഷകനാണ്. ആ മുഖ്യ പ്രതിപക്ഷമായ ജനതാ പാർട്ടിയുമായിട്ട് ദേശീയ തലത്തിൽ സഹകരിച്ചിട്ടുണ്ട്, ജനസംഘവുമായിട്ട് സഹകരിച്ചിട്ടില്ല. സഹകരിക്കാൻ ജനസംഘം വന്നില്ല. KPCC പ്രസിഡന്റ്, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് അന്ന് സംഘടനാ കോൺഗ്രസിലാണ്. സംഘടനാ കോൺഗ്രസ് ജനതാ പാർട്ടിയിൽ ലയിച്ചപ്പോ അന്ന് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റും ജനതാ പാർട്ടിയുടെ ഭാഗമായി. അടിയന്തരാവസ്ഥയുടെ കാലത്ത് K. സുധാകരൻ എന്നയാൾ, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്, ജനതാ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. ഇനി 77 KG മാരാർ ഉദുമയിൽ മത്സരിച്ചല്ലോ. ഉദുമയിൽ മത്സരിച്ചപ്പോ ഇന്നത്തെ KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്നു. അതായത് LK അദ്വാനി, വാജ്പേയി, K. സുധാകരൻ എന്നിവരെല്ലാം അന്ന് ഒരേ പാർട്ടിയിലാണ്, ജനതാ പാർട്ടിയിലാണ്. സർ, വേറൊരു നുണപ്രചരണം 77 ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ KG മാരാരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹിയായിരുന്നു എന്നാണ് ഇവർ ആസൂത്രിതമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. സർ, ആ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിലെ സ്ഥാനാർത്ഥിയാണ്, CPIMന്റെ സ്ഥാനാർത്ഥിയാണ് പിണറായി വിജയൻ. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹിയാവുക? ഒരു കാര്യം കൂടി, 1979 കേരളത്തിൽ 4 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 79 കാസർഗോഡ്, തലശ്ശേരി, തിരുവല്ല, പാറശാല ഈ 4 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അന്നാണ് EMSന്റെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗമുണ്ട്. എന്താണെന്നറിയോ? RSSകാരന്റെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നതാണ് സഖാവ് EMS അന്ന് പ്രഖ്യാപിച്ചത്. അത് അന്നും പറയും, ഇന്നും പറയും, എന്നും പറയും. അത് പറയാൻ കേൾപ്പുള്ള ഒരു പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. അത് ഇടതുപക്ഷമാണ്. 80 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് O. രാജഗോപാലായിരുന്നു. അന്ന് കോൺഗ്രസ് ആർക്ക് വേണ്ടിയാ വോട്ട് പിടിച്ചത്? O. രാജഗോപാലിന് വേണ്ടിയാണ് വോട്ട് പിടിച്ചത്. CPIMലെ രാമണ്ണറെ 73,587 വോട്ടിനാണ് അന്ന് രാജഗോപാലിനെ, നിങ്ങളുടെ പൊതു സ്ഥാനാർത്ഥിയെ, തോൽപ്പിച്ചത്. സർ, KPCC പ്രസിഡന്റ്, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എടക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. എപ്പോ? ജനതാ പാർട്ടിയുടെ ആളായിട്ട്. അപ്പൊ KPCC പ്രസിഡന്റ് ഈ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്, ഇപ്പോഴത്തെ നിങ്ങളുടെ KPCC പ്രസിഡന്റ്. അതുകൊണ്ട് ആ ആരോപണവും ഞങ്ങൾക്ക് നേരെ വരില്ല, തിരിഞ്ഞ് നിങ്ങൾക്ക് നേരെ തന്നെയാണ് കുത്തുക എന്നോർക്കണം. ഒരു കാര്യം പറയാം, പാലക്കാട്ട് 1971 നിങ്ങൾ കേൾക്കണം ഇതൊക്കെ. 1971 സഖാവ് AKG പാലക്കാട്ട് നിന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കുകയാണ്. ആരാണ് നിങ്ങളുടെ പൊതു സ്ഥാനാർത്ഥി എന്നറിയാമോ? പൊതു സ്ഥാനാർത്ഥി പ്രൊഫസർ TC ഗോവിന്ദൻ, വിക്ടോറിയ കോളേജിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം RSS പ്രചാരകനായിരുന്നു. കോൺഗ്രസിന്റെയും ലീഗിന്റെയും അതുപോലെ തന്നെ RSSന്റെയും പൊതു സ്ഥാനാർത്ഥി, ഞാൻ പേര് വെച്ചല്ലായിരുന്നു, പ്രൊഫസർ TC ഗോവിന്ദൻ. EMSനെതിരെ പൊതു സ്ഥാനാർത്ഥിയെ, RSS സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ച കാര്യം പറഞ്ഞല്ലോ. പിൻവലിപ്പിച്ച കാര്യം പട്ടാമ്പിയിൽ. ചരിത്രം കുറച്ച് പഠിക്കുന്നത് നല്ലതാ. ഇനിയും ഉദാഹരണങ്ങൾ പറയാം. RSSനെ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചവരാണ് നിങ്ങളുടെ പാർട്ടി. എപ്പോഴാണെന്നറിയോ? 1949 ഒക്ടോബർ 7 വിദേശത്തായിരുന്ന നെഹ്റുവിന്റെ അഭാവത്തിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി എടുത്ത തീരുമാനം എന്താണെന്നറിയോ? RSS പ്രവർത്തകർക്ക് കോൺഗ്രസിൽ അംഗത്വം കൊടുക്കാനാണ്. 48 നവംബർ 7 നെഹ്റു തിരിച്ചെത്തിയപ്പോ തിരുത്തി. അതായത് നെഹ്റുവിന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ RSSനെ വിളിച്ച് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ച ആൾക്കാരാണ് നിങ്ങൾ. ഞങ്ങളുടെ DNAയിലുള്ളത് RSS വിരുദ്ധതയാണ് എങ്കിൽ നിങ്ങളുടെ DNAയിലുള്ളത് RSSും ഹിന്ദുത്വ രാഷ്ട്രീയവുമായിട്ടുള്ള വിധേയത്വമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്ന് തുടങ്ങിയതാണ് എന്നോർക്കണം. ആരാണ് ഗാന്ധിവധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട RSSന്റെ നിരോധനം പിൻവലിച്ചത്? പട്ടേലും ഗോൾവാൾക്കറും തമ്മിലുള്ള ഒത്തുതീർപ്പായിരുന്നില്ലേ? ആരാണ് RSSന് നിരോധനം നീക്കി RSSന് ഗണവേഷത്തിൽ കാക്കി ട്രൗസറും വെള്ള ഷർട്ടുമായി റിപ്പബ്ലിക് ദിന പരേഡിൽ നിരത്തി അവർക്ക് മാന്യതയുണ്ടാക്കി കൊടുത്തത് നെഹ്റു ഗവൺമെന്റ് ആയിരുന്നില്ലേ? ഈ ചരിത്രത്തിന്റെ ഈ പാപക്കറ മുഴുവൻ പുരണ്ട കൈകളുമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത്. ഈ പാപക്കറ മുഴുവൻ പുരണ്ട കൈകൾ അത് നിങ്ങളുടെ കൈകളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നത്.